വീണ്ടെടുപ്പുകാരനും രക്ഷകനുമാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഈ അവസരത്തിൽ അറിയിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവനുണ്ടാകുവാൻ, സമൃദ്ധിയായിട്ട് ജീവനുണ്ടാകുവാൻ തന്നെ ഞാൻ വന്നിരിക്കുന്നു. ആത്മീക ജീവിതത്തിൻ്റെ ദൗത്യം എന്നത് വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നു. നാം ക്ഷണികവും താൽക്കാലികവുമാകുന്ന ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കള്ളന്മാർ, കവർച്ചക്കാർ, ദുരുദ്ദേശമുള്ളവർ, വ്യത്യസ്ത നിലകളിലുള്ള മനുഷ്യരെ ഈ ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്രതീക്ഷിതമായി അവരിൽ നിന്ന് നമ്മൾക്ക് നേരെ കടന്നു വരുന്ന പല പ്രതിസന്ധികളും ഒരുപക്ഷെ മരണത്തിനും ഉപദ്രവത്തിനും ഒക്കെ കാരണമായി തീരുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ആത്മീക ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വില എന്നത് സർവ്വലോകത്തേക്കാൾ വലുതാണ്. ആയതിനാൽ ആ വ്യക്തിയെ എങ്ങനെയെങ്കിലും നശിപ്പിച്ചു കളയുവാൻ പിശാചായവൻ അവൻ്റേതാകുന്ന കെണികൾ, തന്ത്രങ്ങൾ പല നിലവാരത്തിൽ ഒരുവൻ്റെ മേൽ വയ്ക്കാറുണ്ട്. ചില സമയങ്ങളിൽ ആ കെണികളിൽ പെട്ടുപോവുകയും ആത്മീയതയിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും ഒരുപക്ഷെ തകർന്നു പോവുകയും ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നല്ല ഇടയൻ വാതിലിൽ കൂടെ കടന്നു വരുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. എന്നാൽ കള്ളൻ കടന്നു വരുന്നത് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അത്രേ എന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ആത്മീക ജീവിതത്തിൽ ആത്മീകമാകുന്ന മൂല്യങ്ങളെ തകർത്ത് കളയുവാൻ ദുഷ്ടനായവൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം എന്ത്? ഒന്ന്, വിശ്വാസിയുടെ ആത്മധൈര്യത്തെ ചോർത്തി ദൈവിക ഭക്തിയിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും അവനെ അകറ്റിക്കളയുക. 2, ദൈവവിശ്വാസത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചുമുള്ള അവിശ്വാസം ഒരുവനിൽ കൊണ്ടുവന്ന് അവൻ്റെ വിശ്വാസത്തെ ചോർത്തിക്കളയുക. 3, ഒരുവനിൽ ക്രിസ്തുവിലൂടെ ലഭ്യമായിരിക്കുന്ന രക്ഷയുടെ ഭദ്രതയെയും അതിൻ്റെ നന്മകളെയും ഇല്ലായ്മ ചെയ്യുക. അങ്ങനെ സംശയവിചാരങ്ങൾ, ചിന്താഭാരങ്ങൾ വ്യത്യസ്ത നിലകളിൽ മനുഷ്യൻ്റെ ജീവിതത്തിന്മേൽ കൊണ്ടുവന്നിട്ട് പലപ്പോഴും നമ്മളെ അവൻ തകർത്ത് കളയാൻ കടന്നു വരും. കാരണം മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല എന്ന് ദൈവവചനത്തിൽ കാണുന്നു. കാരണം യഥാർത്ഥമായ ഉടയവൻ അല്ലെങ്കിൽ ഉടമസ്ഥൻ തൻ്റെ ആടുകളെ നശിപ്പിക്കുന്നില്ല, കാരണം താൻ അതിന് വില കൊടുത്തു. എന്നാൽ മോഷ്ടിക്കാൻ കടന്നു വരുന്നവൻ അതിനെ ഉപദ്രവിക്കുന്നു, കൊന്നുകളയുന്നു, ഇല്ലായ്മ ചെയ്യുന്നു. ആത്മീക ജീവിതത്തിലും നമുക്ക് വേണ്ടി അവസാനത്തെ തുള്ളി രക്തം വരെയും ഒഴുക്കി തന്ന അരുമരക്ഷകനാകുന്ന യേശുക്രിസ്തു ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് സമൃദ്ധിയായിട്ട് ജീവനുണ്ടാകുവാൻ, അതേ സമൃദ്ധിയായിട്ട് ജീവൻ നൽകുവാൻ വന്നിരിക്കുന്നു. അപ്പോൾ ഏതു വിധത്തിലും വിശ്വാസിയുടെ ജീവിതം വിശ്വസ്തയോടെ നിലനിർത്തി പോകണം എന്നും വിശ്വാസി തൻ്റെ കിരീടത്തെ അവകാശമാക്കണം എന്നും ദൈവവചനം വളരെ വ്യക്തമായി നിഷ്കർഷിക്കുന്നു. എന്നാൽ ദൈവിക ഉദ്ദേശങ്ങളിൽ നിന്ന് നമ്മളെ അകറ്റി അശുദ്ധി, പക എന്നു വേണ്ട ജീവിതത്തിൽ തകർച്ച വരുത്തുവാൻ, ദൈവിക ഉദ്ദേശത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുവാൻ ശത്രുവായവൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. എന്നാൽ ദൈവിക ഉദ്ദേശത്തിൽ നിലനിൽക്കുവാനും ശത്രുവിൻ്റെ ഉദ്ദേശം ഇന്നതാണെന്ന് മനസ്സിലാക്കുവാനും സർവദാ ഒരു വിശ്വാസി ദൈവിക പരിജ്ഞാനവും അറിവും പ്രാപിക്കേണ്ടിയിരിക്കുന്നു. പിന്നെയും നാം മനസ്സിലാക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ സ്വഭാവത്തെ നശിപ്പിച്ച് കളയുക എന്നത് പിശാച് എപ്പോഴും ആഗ്രഹിക്കുന്നു. സദൃശവാക്യം 4-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ, സകല ജാഗ്രതയോടും നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. അതെ, ആത്മീയ ജീവിതത്തിൽ സകല ജാഗ്രതയോടും നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക.
പിന്നെയും വചനത്തിൽ കാണുന്നു, പാപം നിന്റെ വാതുക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടെയാണ്. പിന്നെയും ദൈവവചനത്തിൽ വായിക്കാൻ കഴിയുന്നു, പിശാചാകുന്നവൻ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് വിചാരിച്ച് നമുക്ക് നേരെ കടന്നു വരുന്നു. അപ്പോൾ സകല ജാഗ്രതയോടും നമ്മുടെ ഹൃദയത്തെ നാം കാത്തുകൊള്ളുക. അപ്പോൾ നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം ഗ്രഹിച്ചറിയേണ്ടുന്നത് 119 സങ്കീർത്തനത്തിൽ ഇങ്ങനെ കാണുന്നു, ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? യഹോവയുടെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഫലകരമാകുന്ന ഒരു ജീവിതത്തിന് വേണ്ടി നമുക്ക് നിൽക്കാൻ കഴിയണമെങ്കിൽ എന്താണ്? സകലതും ജാഗ്രതയോടും, അതേ നമ്മുടെ ഹൃദയത്തെ കാത്തുകൊണ്ട് വിശ്വാസത്തിൽ ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്ന് സംഭവിക്കുന്നു എന്നുള്ള തിരിച്ചറിവോടെ ഈ ദിവസങ്ങളിൽ നാം മുന്നേറേണ്ടിയിരിക്കുന്നു. കാരണം ശത്രു നമ്മളുടെ വിശ്വാസ ജീവിതത്തെ, നന്മയെ, അനുഗ്രഹങ്ങളെ, വിടുതലുകളെ ചോർത്തിക്കളയുവാൻ എപ്പോഴും ശ്രമിക്കും. കാരണം യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ കാണുമ്പോൾ, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അത്രേ ശത്രുവായവൻ കടന്നു വരുന്നത്. എന്നാൽ നമ്മളെക്കുറിച്ച് ദൈവം നമ്മളിൽ നിന്ന് വില കൽപ്പിക്കുന്ന വിലയ്ക്കനുസരിച്ച് ദൈവാനുരൂപമാകുന്ന ഒരു പുതുമനുഷ്യനായി ദൈവകൃപയിൽ നിലനിൽക്കുവാൻ, ശത്രുവിൻ്റെ ഉദ്ദേശം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവവചനത്തിൽ ഉറപ്പ് പ്രാപിപ്പാൻ, അതേ സമൃദ്ധിയായി ജീവൻ നൽകുവാൻ, നമുക്ക് സമൃദ്ധിയായി ജീവൻ നൽകുവാൻ നമ്മുടെ രക്ഷകനാകുന്ന യേശുക്രിസ്തു വന്നു എന്നുള്ള തിരിച്ചറിവോടെ വിശ്വാസത്തിൽ, ഭക്തിയിൽ, ധൈര്യത്തിൽ, കൃപയിൽ മുന്നേറുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിതയാത്രകളിൽ വിശ്വസ്തയോടെ, ഭക്തിയോടെ, കൃപയോടെ, ആത്മീക ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാൻ അനിവാര്യമാകുന്ന എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് മേൽ പകരണം. ഞങ്ങളെ വീഴ്ച കളയുവാൻ, തള്ളിയിടുവാൻ, അതേ ഞങ്ങളെ അവിശ്വാസത്തിലേക്ക് തകർത്ത് കളയുവാൻ പോരടിക്കുന്ന പൈശാചികമാകുന്ന എല്ലാ അവകാശവാദങ്ങളെയും വിശ്വാസത്താൽ യേശുവിൻ നാമത്തിൽ ശാസിച്ചതിൻ്റെ മേൽ ജയമെടുക്കുന്നു. ഇതിനെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കായും സ്തോത്രം. ആരെങ്കിലും ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജയിക്കുവാൻ കഴിയാത്തവരായി ദുഃഖിക്കുന്നെങ്കിൽ അതിവേഗത്തിൽ ചലിക്കുന്ന ദൈവവചനത്തിൻ്റെ ശക്തി നിൻ്റെ ജനത്തിൻ്റെ മേലുണ്ടാകണം. യേശുവിൻ നാമത്തിൽ നിൻ്റെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.